യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? വാനത്തിൻ കീഴിൽ മാനവർക്കിടയിൽ, വാനത്തിൻ കീഴിൽ മാനവർക്കിടയിൽ വേറൊരു നാമവുമില്ലല്ലോ, വേറൊരു നാമവുമില്ലല്ലോ. യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? വാനം മീതെ ഉന്നതമായി യേശുവിൻ നാമമല്ലാതെ സ്തുതിക്കു യോഗ്യതയുള്ളൊരു നാമം നിനയ്ക്കുവാനുണ്ടോ? വാനം മീതെ ഉന്നതമായി യേശുവിൻ നാമമല്ലാതെ സ്തുതിക്കു യോഗ്യതയുള്ളൊരു നാമം നിനയ്ക്കുവാനുണ്ടോ? വാനത്തിൻ കീഴിൽ മാനവർക്കിടയിൽ, വാനത്തിൻ കീഴിൽ മാനവർക്കിടയിൽ വേറൊരു നാമവുമില്ലല്ലോ, വേറൊരു നാമവുമില്ലല്ലോ. യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? യേശുവല്ലാതെ വേറൊരു നാമം മാനവർക്കുണ്ടോ രക്ഷയ്ക്കായി? മനുഷ്യ പാപമുയർന്നു ക്രൂശിൽ മാനവരക്ഷ വിടർന്നു, പുതിയൊരു ജീവനുയർത്തെഴുന്നേറ്റു യുഗങ്ങളെതിരേറ്റു. മനുഷ്യ പാപമുയർന്നു ക്രൂശിൽ മാനവരക്ഷ വിടർന്നു, പുതിയൊരു ജീവനുയർത്തെഴുന്നേറ്റു യുഗങ്ങളെതിരേറ്റു. ക്രൂശിന്മേൽ സകല മാനവരക്ഷയുമായി ഒരു പുതു നിയമം തളിരിട്ടു. കാൽവരിയിൽ ക്രൂശിന്മേൽ സകല മാനവരക്ഷയുമായി ഒരു പുതു നിയമം തളിരിട്ടു. ദൈവശബ്ദമുയർന്നു, പുതിയൊരു ദൈവശബ്ദമുയർന്നു, ദൈവശബ്ദമുയർന്നു, പുതിയൊരു ദൈവശബ്ദമുയർന്നു. മാറുക മാറുക മതങ്ങളെ, വഴി കാണുക കാണുക യുഗങ്ങളെ. മാറുക മാറുക മതങ്ങളെ, വഴി കാണുക കാണുക യുഗങ്ങളെ. വിണ്ണിലെ ദൈവം മണ്ണിലുയർത്തിയ മനുഷ്യരക്ഷയിതാ, വിണ്ണിലെ ദൈവം മണ്ണിലുയർത്തിയ മനുഷ്യ
മനുഷ്യരക്ഷയിതാ ഇതാ ഇതാ. ചേട്ടാ, ഞാൻ യാത്ര പറയാൻ വന്നതാ. ഓഹോ, ഞാൻ അറിഞ്ഞു. നീ ഒരു ഗ്രഹപ്പിഴക്കാരനാണല്ലോടാ ശിപിച്ച. അന്തോണി ചേട്ടന് ജോത്സ്യത്തിലൊക്കെ വിശ്വാസമായോ? യുക്തിവാദി ആയിരുന്നല്ലോ. അല്ല, ഈ ഗൾഫ് മുഴുവൻ നാട്ടിലോട്ട് പറിച്ചു നടുമ്പോഴാണല്ലോ നിനക്ക് അവിടേക്ക് പോകാൻ പറ്റത്. അതോർത്ത് പറഞ്ഞു പോയതാ. അവിടേക്ക് എന്ത് സാമ്പത്തിക മാന്യമാണെന്നറിയാവോ? ശമ്പളമൊക്കെ ചെണ്ടക്കപ്പ മുറിക്കുന്ന മാതിരി വെട്ടി ചുരുക്കിയിരിക്കുക. ഞാൻ എന്തായാലും എല്ലാം ദൈവത്തിലർപ്പിച്ച് അങ്ങോട്ട് പോവാ ചേട്ടാ. ഓഹോ, അല്ലേ നീ മൈക്ക് ഓപ്പറേഷൻ ഇല്ലയോ പഠിച്ചത്? ഇവിടെങ്ങാനും പണി നോക്കുന്നതല്ലേ നല്ലത്. ഏത് എന്റെ ചേട്ടാ, ഇവിടെ എവിടെ കിട്ടാനാ? അല്ല, ചേട്ടത്തി എന്തി? പിന്നെ നമ്മുടെ സണ്ണിക്കുട്ടിക്ക് അവിടെ രത്നങ്ങളുടെ ബിസിനസിന് വിസ വന്നതാ. ഗൾഫുകാര് സ്വർണത്തിന് വരെ ഇപ്പൊ രത്നങ്ങളാ വാങ്ങുന്നത്. ഒരു രത്നമാലയ്ക്ക് ഇപ്പൊ എന്നാ വിലയാ? 1/2 കോടിയാ. സണ്ണിച്ചൻ എന്നാ പോന്നേ? ഓ, ഗൾഫിലോ? വേറെ പണിയൊന്നും ഇല്ലയോ? ഞാനെങ്ങും വിടുകയല്ല. അമേരിക്കയിൽ നിന്നൊരു ചാൻസ് വന്നിട്ടുണ്ട്, അത് നോക്കിയിരിക്കുക. മോൻ വന്നിട്ട് കൊറേ നേരായോ? എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റിയില്ല. സാരമില്ല. റോസമ്മയെ കണ്ടിട്ട് ഒരുപാട് നാളായി. മുമ്പ് പള്ളിക്ക് വരുമ്പോ കാണുമായിരുന്നു. ഇപ്പൊ നിങ്ങൾ വരുന്നില്ലല്ലോ. പള്ളി വന്നില്ലേലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. തീർച്ചയായും. ഒന്നും അല്ലേലും നമ്മളൊരു നാട്ടിൽ നിന്ന് വന്നവരല്ലേ. സിബിച്ചന് നല്ലതേ വരൂ. ചേട്ടാ, എന്നാ ഞാൻ പോട്ടെ. സണ്ണിച്ചൻ അന്വേഷിച്ചെന്ന് പറയാം മോനെ. ഒരു പ്രാർത്ഥനക്കാരിത്തി, ഒരു 2ാം അൽഫോൻസാമ്മ. ഓ, അവന് വേണ്ടി ഒരു പ്രാർത്ഥന മാത്രമാക്കണ്ട, ഒരു പെരുന്നാളും വെടിക്കെട്ടും കൂടെ ആയിക്കോ. ഓ, എന്റെ മനുഷ്യനെ, അസൂയ മനുഷ്യർക്ക് വേണം, പക്ഷെ ഇത്രയ്ക്ക് വേണ്ട. ഓ, വെറുതെ അല്ല ആളുകൾ പറയുന്നത്. അന്തോണിയുടെ അസൂയക്കും കഷണ്ടിക്കും മരുന്നില്ലെന്ന്. നോക്കാം, എന്റെ രോഗത്തിന് നീ മരുന്ന് തരണ്ട. ചിലപ്പോ നിന്റെ രോഗത്തിന് ഞാൻ മരുന്ന് തരേണ്ടി വരും. ആരും കാണാത്തത് ഭാഗ്യം. ചാച്ചൻ എന്തിനാ എടുത്തേ? ഞാൻ എടുത്തോളായിരുന്നല്ലോ. ഇതൊക്കെ ഒരു സന്തോഷമല്ലേ? മക്കളെ വിദേശത്ത് അയക്കാൻ ഈ മലമുട്ടിൽ 10,000-ൽ ഭാഗ്യമുള്ളൂ. വാ, ഇനി താമസിക്കണ്ട, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. ഇസ്രയേലിന്റെ പരിപാലകൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. യഹോവ ഒരു ദോഷവും തട്ടാത്തവണ്ണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. യഹോവ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ഞങ്ങളുടെ കുഞ്ഞ് ഗൾഫിലേക്ക് ജോലിക്കായി പോകുന്നു. അങ്ങ് അവനോട് കൂടെ ഇരുന്ന് കാത്തുകൊള്ളണമേ. അവൻ പോകുന്നത് അനേകായിരങ്ങളുടെ അനുഗ്രഹത്തിനിടയാക്കണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ.
പോയി വാ മോനെ. അവിടെ എത്തിയാൽ ഉടനെ വിളിക്കണേ സിരിച്ച. ശരി ചാച്ച, മറക്കല്ലേ. വിളിക്കാം. വരട്ടെ അമ്മച്ചി. ശരി. ചാച്ച ബ്രദറിനോട് പറഞ്ഞേക്കണേ. ശരി. രാമേട്ടാ സുഖമല്ലേ? ഓ സുഖാണ്. കൃഷ്ണ, കടുപ്പത്തിലൊരു ചായ. പിള്ളച്ചേട്ടാ ദാ ചായ. രണ്ടപ്പം കൂടി. കൃഷ്ണേട്ടാ, ഇന്നലെ ഏത് നമ്പർ അടിച്ചത്? അതെ, ഞാനിപ്പൊ ലോട്ടറി എടുക്കാറില്ല. അവന്റെ ഒരു നമ്പർ. പിള്ളച്ചേട്ടാ, ആ ലോട്ടറി പേജിങ് തന്നെ. നാലാമത്തെ പേജ് 123 കിട്ടിയില്ല. 456. 789. ഒന്നും കിട്ടിയില്ല. ഇന്നലെ 424 കളിച്ച്. അപ്പോ ഇന്നെന്തായാലും 3ന്റെ ബ്ലോക്കിൽ കളിക്കും. അങ്ങനെ ഇന്നലത്തെ മോഹങ്ങളും പൊലിഞ്ഞു. ഇതൊക്കെ ഒരു തരം ഭ്രാന്ത. വാസു ചേട്ടാ, ഓ, ഇപ്പൊ കൊറേ ആൾക്കാര് പത്രം വാങ്ങുന്നതേ ലോട്ടറി നമ്പർ നോക്കാനാ. പിന്നെ ആരും പത്രം കാണാത്ത പോലെ. പതുക്കെ തിന്നടാ, ഇത് മൊത്തം നിനക്കുള്ളതാ. ഇന്നല്ല ലോക അവസാനം. ഷെയ്ക്കുണ്ടോ? എന്നെ ഷാർജ ഷെയ്ക്കുണ്ടോന്ന്? കുറച്ചു കാലം ബോംബെ പോയി നിന്നതല്ലാതെ ഷാർജയ്ക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല. എന്നിട്ടാ ഈ കാട്ടുമുക്കിൽ ഷേക്ക് വരുന്നത്. വിവരമില്ലാത്തോട് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്നാന്ന്? പൊറോട്ട എപ്പ ഉണ്ടാക്കും? ഉച്ചയാവും. ടിപ്പർ ലോറിയൊന്നുമില്ല. 1 കിലോമീറ്റർ മുമ്പേ ബ്രേക്ക് ചവിട്ടുകൊണ്ട് ഇവിടെയെങ്കിലും നിന്ന്. കൃഷ്ണേട്ടാ, ഒരു ചായ വിത്തൗട്ട്. വിട്ടല്ല, ഷുഗർ എന്റെ ഉണ്ടെന്ന്. വിത്തൗട്ട്. 10 പൊറോട്ട മാറ്റി വെച്ചേക്കണേ. അപ്പൊ ഇന്നത്തെ കച്ചവടം തീർന്നു കാണുമല്ലോ. ഇവന്റെ കാല് തൊട്ട് വയറാണെന്ന് തോന്നുന്നു. മാത്തൂട്ടിയെ, ഈ കല്യാണപ്പെട്ടി വാങ്ങിയതിന് ശേഷം വല്ല കേസും ശരിയായ? ഇതിന്റെ പേര് കല്യാണപ്പെട്ടിയെന്നല്ല. പിന്നെ എന്നതാ ഇതിന്റെ പേര്? ഇതിന്റെ പേര് ഒരു മിനിറ്റ് ഇപ്പൊ പറയാം. ഹലോ, ഇത് ഞാനാ, ഫേമസ് ബ്രോക്കർ മാത്തുക്കുട്ടി. 2 ദിവസം മുമ്പ് ഞാൻ കടയിൽ നിന്ന് ഒരു പെട്ടി വാങ്ങിച്ചിരുന്നു. എന്നതാ അതിന്റെ പേര്? എന്തോന്ന്? ബീജപ്പെട്ടിയല്ല. ഇവിടെ കിട്ടി. ലാപ്ടോപ്പ്. കർത്താവാണ് സത്യം. അതാണ് ഇതിന്റെ പേര്. മനസ്സിലായ? ഇതൊക്കെ അറിയണമെങ്കിൽ ഇത് വിവരവും വിദ്യാഭ്യാസം ഒക്കെ വേണം. ഈ സാധനത്തിനകത്തുള്ളവരൊക്കെ നല്ല കുടുംബത്തിൽ പറഞ്ഞ കുട്ടികളാ. ഒക്കെ ഇന്ത്യക്ക് പുറത്തുള്ളവര്. അതെ, എനിക്ക് പറ്റിയ കേസ് വല്ലതും ഉണ്ടോ? എന്തൊരു കൊതി. പെണ്ണും കെട്ടി ഇന്ത്യക്ക് പുറത്തോട്ട് പറഞ്ഞിട്ട് നീയൊക്കെ എന്തോ ചെയ്യാനാടാ? എടാ, അവിടെ റബ്ബറൊന്നും ഇല്ല വെട്ടാനായിട്ട്. ഇത് കണ്ട, ചങ്ങനാശ്ശേരിയിലാണ് നാട്. കൊള്ളാലോ. അമേരിക്ക നേഴ്സാ. മണിക്കൂറിനാണ് ശമ്പളം. എന്നതാ അവരുടെ ഡിമാൻഡ്? ഡിമാൻഡ് ഡിഗ്രി തന്നെ. ഓ, ഡിഗ്രി വേണോ അല്ലേ? ഇത് കണ്ട, തിരുവല്ലക്കാരി എഞ്ചിനീയറാണ്. അല്ല, ഈ ഡോക്ടർ നേഴ്സും എഞ്ചിനീയറും അല്ലാതെ ഞങ്ങളെ പോലുള്ളവർക്ക് പറ്റിയ കേസ് വല്ലതും ഉണ്ടോ? പിന്നെ കണ്ട ശാന്തമ്മ അണ്ടി ഫാക്ടറി ജോലിക്ക് പോണം. ആലോചിക്കട്ടെ. ഏയ്, നമുക്ക് ശരിയാവത്തില്ല. നിനക്ക് കിട്ടും ഉസുലാൻ പറ്റിന്ന്. ഈ പെണ്ണ് ഇവിടേക്ക് വരാനുള്ളതാ. ഇവിടെയോ? എവിടെ? ഒരു ബുള്ളറ്റിന്റെ സൗണ്ട് കേട്ടാ?
കേട്ടില്ല. ഇത് ആ പോയ സണ്ണിക്കുട്ടിയുടെ പെണ്ണ്. എവിടെ? കണ്ട ഇത് വേറെ പെണ്ണല്ലേ? അല്ല, ആ ആലീസിന്റെ മോൾ ഡെയ്സിയുമായി പ്രേമത്തിലല്ലേ സണ്ണിക്കുട്ടി? അച്ഛാ നാളെ. ഡെയ്സി, എന്നാ അച്ഛാ? ഞാനൊരു കാര്യം ഡെയ്സിയിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചു. എനിക്കത് പറയാൻ. എന്നെ ഒളിപ്പിച്ചിട്ട് സണ്ണിച്ചായൻ എന്നാ ഇത്ര വലിയ കാര്യം? കോടതിയും കേസും പ്രശ്നങ്ങളും ഒക്കെ മതിയാക്കി ഈ നാട്ടിൽ നിന്ന് മാറി നമുക്ക് രണ്ടുപേർക്കും കൂടി മറ്റെവിടെയെങ്കിലും പോയി രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഇന്നലെ വള്ളിയാങ്കല നാരായണ ജോത്സ്യന്റെ അടുത്ത് വരെ പോയി ചില കാര്യങ്ങൾ അറിയാം. അയ്യേ, ഈ സണ്ണിച്ചായൻ ഒരു പൊട്ടനാ. നമ്മുടെ മതക്കാരെങ്കിലും ജോത്സ്യനെ കാണുവോ? എടി മണ്ടി, അയാൾ പറഞ്ഞ അച്ചട്ട. ആട്ടെ, അയാൾ എന്നാ പറഞ്ഞേ? എന്റെയും ജന്മതീയതി കൊടുത്തപ്പോ അയാൾ ഒരു നാളുണ്ടാക്കി. പിന്നെ കവടി നിരത്തിയ ഒരു കളിയായിരുന്നു. അതൊന്ന് കാണേണ്ടത് തന്നെയാ. ഞാൻ അങ്ങ് ഭയന്നു പോയി ഡെയ്സി. പിന്നെ ഒരു കാര്യം, ഉടനെ കല്യാണം നടക്കുമെന്നാ ജോത്സ്യർ പറഞ്ഞത്. ഡെയ്സി, നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ എന്നാ വേണമെന്നാ? നീ ഏറ്റാ പറയാം. ദേ, അച്ഛൻ ഇങ്ങനെ സ്നേഹമില്ലാതെ സംസാരിക്കരുത്. അച്ഛന് വേണ്ടി ജനിച്ചതല്ലേ ഞാൻ. ആന്നല്ലോ. പിടിക്കും, നോക്ക്. ഇത് എന്റെ കഴുത്തിൽ കിടക്കുന്ന അതേ മാല പോലെ തന്നെ ഉണ്ടല്ലോ. വളകളും അതേപോലെ തന്നെ ആണല്ലോ. അപ്പൊ എന്റെ മോളൊരു പണി, ആ കഴുത്തേലും കയ്യിലും കിടക്കുന്നൊക്കെ ഊരിക്കേ, എന്നിട്ട് ഇതൊന്നും ഇട്ടെ. അച്ഛനൊന്ന് കാണട്ടെടി. എല്ലാ കേസിൽ നിന്നും ഒന്ന് തല ഉയരണം. എന്റെ കേസെല്ലാം തീരേണ്ടതെന്ന് എന്റെയും കൂടി ഒരു ആവശ്യമല്ലേ. അതിന് വക്കീലിന് പണം കൊടുക്കണ്ടേ? ഇതൊന്നും വിൽക്കത്തില്ല, പണയം വെക്കത്തേ ഉള്ളൂ. അതിന്റെ നിറം വാങ്ങുന്നതിന് മുമ്പ് ഇങ്ങ് എടുത്ത് തന്നേക്കടി. നീ പേടിക്കണ്ട, എല്ലാം ഓക്കെ അടി. ഒരു കാലിന് മുടന്തുള്ള യുവതിക്ക് വിദ്യാഭ്യാസവും പണവുമുള്ള ചെറുപ്പക്കാരിൽ നിന്ന് വിവാഹാലോചന ക്ഷണിക്കുന്നു. അതോടി ചേട്ടോ, അതവിടെ ചാരി വെച്ചിട്ട് വാ. വാ വാ. എടാ മാത്തുക്കുട്ടി, ഞാൻ ഈ പത്രം മുഴുവൻ അരിച്ച് പറക്കി നോക്കിയിട്ട് നമ്മുടെ സണ്ണിക്കുട്ടിക്ക് പറ്റിയ കേസ് കെട്ടുകളൊന്നും കാണുന്നില്ലെന്നേ. ഞായറാഴ്ച ആയിട്ട് പോലും ബൈബിൾ ഒരു അധ്യായം വായിക്കല്ലേ കേട്ടാ. നല്ല ക്രിസ്ത്യാനികള്. അതെ, സണ്ണിക്കുട്ടിക്ക് ഇപ്പോഴുള്ള കേസുകൾ പോരാഞ്ഞിട്ടാണ് പത്രത്തിൽ കേസ് അന്വേഷിക്കുന്നത്. പോ, ഇതാ കേസ് കേട്ടല്ലെന്ന്, കല്യാണ കേസെന്ന്. അതെങ്ങനെ നടക്കും? ഇവിടെ പരോളിൽ ഇറങ്ങുന്ന ഒരു പെണ്ണ് കിട്ടുന്നില്ലേ? പ്രോസിക്യൂട്ടർ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എന്തോന്ന്? ഏത് കേസ് കെട്ടുകൾ ഒത്തു വന്നാലും ആ കല്യാണം അങ്ങ് നടത്തിക്കൊള്ളാമെന്നാ. കേസ് കേസിന്റെ വഴിക്ക് പോകും, വിവാഹം വിവാഹത്തിന്റെ വഴിക്ക് പോകും, നമുക്ക് നമ്മുടെ വഴി. രാമപുരത്തൊരു പെണ്ണുണ്ട്. ചുറ്റിക വേണോ? ഇതങ്ങനെ ഇങ്ങനെ തുറക്കാൻ പറ്റിയ സാധനമൊന്നുമില്ല, ചൂട്ടിച്ചു വേണം തുറക്കാൻ. നേരം സ്വപ്പ കുറവാണ്, അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ജോലിയൊക്കെ ചെയ്തോളും. അൽഫോൺസാമ്മയ്ക്ക് ഒരു സഹായവും ആവും. പിന്നെ 2-3 ലക്ഷം സ്ത്രീധനം കിട്ടും. പെണ്ണിന്റെ അപ്പൻ ജയിലിലാണ്, ചെറിയൊരു കുത്തുകേസ്. പിന്നെ നിങ്ങൾക്ക് ചേർന്ന നല്ല കുടുംബക്കാരാ. കണ്ട, ഇതാണ് പെണ്ണ്. ഇതോ മീശയുള്ള പെണ്ണോ? ഇവിടെ കൊണ്ടുവരുന്നവരില്ലായിരുന്നു, മാറിപ്പോയി. എല്ലാം അറിയാലോ. ഇതാണ്. നാട്ടിൽ നിന്നൊന്നും വേണ്ട, പടിഞ്ഞാറെന്നാണെങ്കിൽ നോക്കാം. പടിഞ്ഞാറ് കടലല്ലേ? കടലിൽ നിന്നാണ് പെണ്ണ് കിട്ടുന്നത്. കടലിനപ്പുറം കരയല്ലേ? അതുണ്ട്.
അമേരിക്കൻ കേസ് വല്ലതും ഉണ്ടെന്നാണ് ചോദിച്ചത്. അതിനുള്ള പഠിപ്പ് സണ്ണിക്കുട്ടിക്കൊണ്ടാ. ഡിഗ്രി വേണം, ഡിഗ്രി. അവനും ഈ പറഞ്ഞതല്ലേ ഏതോ ഡിഗ്രിയാ. ചായ വേണ്ട. അൽഫോൻസേ, എന്തുവാ ചായ? എടീ നമ്മളെ സണ്ണിക്കുട്ടി ഏത് ഡിഗ്രിയാ? പ്രീ ഡിഗ്രിയാ. പക്ഷേ തോറ്റതാ. അല്ല, ഈ ജയിച്ച ഡിഗ്രി വേണമെങ്കിൽ താഴത്തെ പയ്യൻ ജയിച്ചതാ, ആ ഡിഗ്രി മതിയോ? അതിന് അന്തോണി ചേട്ടാ മെനക്കെടണ്ട, അവൻ വന്ന് കെട്ടിക്കോളും. അത് വേണ്ട. എന്റെ അന്തോണി ചേട്ടാ തോറ്റ ഡിഗ്രി ഒന്നും പറ്റൂല, ജയിച്ച ഡിഗ്രി തന്നെ വേണം. ഇവിടെ കാശ് കൊടുത്താൽ കിട്ടാതെ ഡിഗ്രി വല്ലതും ഉണ്ടോ? ഈ നഴ്സിംഗിനും മെഡിസിനും ഒക്കെ പോകുന്ന പിള്ളേർ ജയിച്ചിട്ടാണോ വരുന്നത്? ചുവന്ന ഗാന്ധി ഉണ്ടോ, MA വരെ സർട്ടിഫിക്കറ്റ് കിട്ടും. അതൊരെണ്ണം ശരിയാക്കാം, എന്താ പോരെ? അത് മതി. അത് കിട്ടിയാൽ സണ്ണി വെറും കുട്ടിയല്ല, സണ്ണി ആന്റണി MA. എന്നാതെ പിടിച്ചോ. ഒക്കലാഹോമേന്നൊരു കുടുംബം വന്നിട്ടുണ്ട്. ഒക്കലേഹാമി എന്താ അറിയോ? എന്നാ അത് അമേരിക്കയിലുള്ളൊരു സ്ഥലമാ. നമ്മളെ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് പോയവരാ. തരികിട പാർട്ടികളാ, നിങ്ങൾക്ക് ചേരും. അല്ല, എന്താ ഈ സണ്ണിക്കുട്ടിക്ക് അമേരിക്കയുടെ അടുത്ത് ഇത്ര പ്രേമം? അമേരിക്കയിൽ നിന്ന് കിട്ടേണ്ടത് എന്റെ ഒരു അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ആ കക്കുഴിപ്പാപ്പുവിന്റെ മകൻ സിബിക്ക് ഗൾഫിൽ ഭയങ്കര ജോലിയാ. കണ്ണായ സ്ഥലങ്ങളെല്ലാം ആ കക്കുഴി വാങ്ങുന്നതിന് മുമ്പേ എനിക്ക് വാങ്ങണം. അതുകൊണ്ടാണ് ഈ അമേരിക്കൻ കല്യാണം. അവസാനം കക്കുഴി കുന്നേലും ആവും, കുന്നേലെന്നോണ്ട് കക്കുഴിയിലും ആവും. എന്റെ അന്തോണിച്ച, ഈ സണ്ണിക്കുട്ടിക്ക് കേസുള്ളപ്പോ എങ്ങനെ അമേരിക്കക്ക് പോവും? വേറൊരു പാസ്പോർട്ട് ബോംബെയിൽ നിന്ന് എടുക്കാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അതുപോലെ കല്യാണം കഴിഞ്ഞ് അമേരിക്കയിലോട്ട് പോകാൻ. അവൻ അമേരിക്ക ചെന്ന അങ്ങ് നന്നാവൂന്ന്. മാത്തൂട്ടിയെ, എന്നതായാലും നല്ല പെൺപിള്ളേരെ കുടുംബത്ത് വന്നു കയറിയ ചെക്കന്മാര് നന്നാവും. എന്റെ ചേട്ടത്തി, അൽഫോൺസ ചേട്ടത്തി നല്ലതല്ലാത്തോണ്ടാണ് ഇതിയാനെ നന്നാക്കാൻ പറ്റാത്തത്. ഇതിയാനെ നന്നാക്കാനേ ഭരണകാലത്തെ സാക്ഷാൽ അൽഫോൺസാമ വന്നാ പോലും സാധിക്കത്തില്ല. മധുക്കുട്ടി, നീ പോയി അവരെ ഇനി കൂട്ടിക്കൊണ്ടുപോവാ. പിന്നെ സണ്ണിക്കുള്ള പെണ്ണിനായി മാത്തുക്കുട്ടി തല പുകയണ്ട. അതെ, കുഞ്ഞുനാള് മുതൽ അവൻ സ്നേഹിക്കുന്ന ഒരു പെൺകൊച്ചിയോടുള്ള കാര്യം നിങ്ങളങ്ങ് മറന്നുപോയോ? മിണ്ടരുത്. എടീ, ലക്ഷം വീട്ടിലേക്ക് പറഞ്ഞയക്കാനല്ലേ ഞാൻ എന്റെ സണ്ണിക്കുട്ടിയെ വളർത്തി വലുതാക്കിയത്. എടീ, ഒരു കടുങ്കാപ്പിയുടെ സ്വന്തമായിട്ട് റബ്ബർ കമ്പ് അവിടെ ഉണ്ടോ? ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, ഇനി നീ ഇത് പറഞ്ഞ കൊന്നു കുഴിച്ചു പൂടി ചിലപ്പോ കേറിപ്പോടിയത്. കല്യാണം അമേരിക്ക വെച്ചായിരിക്കും. PNC വിസ കിട്ടും. സണ്ണിക്കുട്ടി അങ്ങോട്ട് പോയാ മതി. കല്യാണം എവിടെ വെച്ച് നടന്നാലും കുഴപ്പമില്ല, സ്ത്രീധനം രൊക്കമായിട്ട് തന്നെ കിട്ടണം. പണം അവർക്കൊരു പ്രശ്നമല്ല. അവരുടെ നാട്ടിലെ വീട് റബ്ബർ തോട്ടൊക്കെ വെക്കുക. 1 കോടിയാണ് ചോദിക്കുന്നത്. മൊത്തം പെണ്ണിനുള്ളതാ പറഞ്ഞത്. അത് പോട്ടെ. നിന്റെ കമ്മീഷൻ എത്ര? 3000 രൂപ. അത് സാരമില്ല. 3000 30,000 ഒന്നും അല്ല, പിന്നെ 3%. അതായത് എന്റെ അന്തോണി ചേട്ടാ 1 കോടിയാണ് കിട്ടുന്നതെങ്കിൽ അതിന്റെ 3% 3 ലക്ഷം രൂപ. 3 ലക്ഷം തരാക്കത്തില്ല. അങ്ങോട്ടൊന്ന് പോണം, ഇങ്ങോട്ടൊന്ന് വരണം, അത്രേ ഉള്ളൂ. അതിന് 3 ലക്ഷം വേണോ? എന്നാ പിന്നെ ഇതുപോലെ 10 കല്യാണം നടത്തിയാൽ മതിയല്ലേ നിനക്ക് കോടീശ്വരനാകാൻ. അങ്ങോട്ടൊന്ന് പോവാ ഇങ്ങോട്ടൊന്ന് വരെയും ചെയ്താ പോരാ. പിന്നെ ചെറുക്കം 10ാം ക്ലാസ് അല്ല, MA ആണെന്ന് പറയണം. ഗുണ്ടാ സംഘത്തെ കൊണ്ട് ഒരു നിരപരാധിയുടെ കാല് വെട്ടി കളഞ്ഞിട്ടില്ലെന്ന് പറയണം. നിരീശ്വരവാദി അല്ലെന്ന് പറയണം. ഞാൻ ഒന്ന് പറയട്ടെ. നീയല്ലേ പറഞ്ഞോണ്ടിരുന്നത്, പറ. അങ്ങോട്ടൊന്ന് പോകെ ഇങ്ങോട്ടൊന്ന് വരെയും ചെയ്യുന്ന വക്കീലന്മാർക്ക് സ്ഥലം വിറ്റ് എത്ര ലക്ഷം രൂപ നിങ്ങൾ കൊടുത്തു? ഞാൻ കക്കുഴിയിലോട്ട് പൊക്കോളാം. സ്ഥിതിച്ചൻ ആലോചിക്കാം. നീ അങ്ങനെ പിളങ്ങാതെ. അങ്ങനെ വാ. കമ്മീഷൻ ഒന്നും ഒരു പ്രശ്നമല്ല. ആ കക്കുഴി ഒതുക്കുന്നതാണ് ഇപ്പോഴത്തെ അജണ്ട. മൂക്കോളം മുങ്ങാറായി. എങ്ങനെയെങ്കിലും ഒന്ന് കരകയറണമെന്നല്ല, മറ്റുള്ളവരെ മുക്കണമെന്നാ. നല്ല ക്രിസ്ത്യാനികള്. വന്നല്ലേ. ഇതാ നീ ചെല്ല്, ഞാനങ്ങ് വന്നേക്കാം. നായാട്ട് കഴിഞ്ഞ് വരിക. ആരാ ഇത്? സണ്ണിയെ, നീ ഇങ്ങനെ വെടിവെച്ചോണ്ട് നടന്നാലൊന്നും പോരാ. നിന്റെ കല്യാണം ഞങ്ങളങ്ങ് ശരിയാക്കിയിരിക്കുക.
പിന്നൊരു കാര്യം, അവര് വരുമ്പോ മുണ്ടും ഷർട്ടൊന്നും വേണ്ട. എന്തുവാ ഈ പറയുന്നേ? അതല്ല ഞാൻ പറയട്ടെ. മുണ്ടും ഷർട്ടും വേണ്ടെങ്കിൽ ജട്ടി ഇട്ടോണ്ട് നിൽക്കാം. ശരിയാവൂല, അമേരിക്കൊക്കെ ശരിയാവൂല. അതെങ്കിലും ഇട്ടോട്ടെ. അതല്ല, ഈ ഡ്രസ് ചേഞ്ച് ചെയ്യണോന്ന്. അതാണ്. ഡ്രസ്സിൽ ചേഞ്ച് വേണം. അതൊക്കെ പോട്ടെ, നീ കാട്ടില് പോയിട്ട് വെടിയിറച്ചി ഒന്നും കൊണ്ടുവന്നില്ല? ചാച്ചന് വെടിയിറച്ചി വേണോ? നമുക്ക് ഇപ്പൊ റെഡിയാക്കാം. അയ്യോ, ഇതില് ഇറച്ചി കുറവാ. നീ വേറെ നോക്ക്. ഓ, ഇപ്പൊ ചത്തേനെ. ഈ വെടിപൊട്ടി അമേരിക്കൻ കല്യാണം മുടങ്ങിയാൽ പൊളിച്ചാ. പാവം കോഴി. എന്റെ ഈശോയെ, അരുവിത്തറ പുണ്യാളത്തിന് നേർന്നു വെച്ചിരുന്ന കോഴിയായിരുന്നല്ലോ. ആ സണ്ണിച്ചനോ? കുറെ നേരമായോ? കുറച്ചു നേരമായി. ഹൈക്കോർട്ടിലായിരുന്നു കേസ്. സണ്ണി അറിയും, മട്ടാഞ്ചേരിയിൽ അബു. അറിയാം. ഒരു പെണ്ണിന്റെ കണ്ണിൽ കത്തി കുത്തിയിറക്കിയ കേസിലെ പ്രതിയപ്പോ. ഇത് 6-ാം തീയതിയിലെ കേസിന്റെ അല്ലേ? 14-ാം തീയതിയിലെ കേസിന്റെ കാര്യം മറന്നോ? ഓർമ്മയുണ്ട്. പിന്നെ അമേരിക്കയിൽ നിന്നൊരു കല്യാണാലോചന വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് മുങ്ങാൻ എന്താ വഴി? വഴിയൊക്കെ ഞാൻ തെളിയിച്ചു തരാം. കേസ് നടത്താനുള്ള കാശ് കൃത്യമായി എത്തിച്ചാ മതി. അപ്പൊ ശരി രവി, പോവാ. കർത്താവിന് സ്തോത്രം. ഇനി നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാനുള്ള സമയമാണ്. ചെയ്തുപോയ പാപങ്ങളെ ഓർത്ത് പശ്ചാത്തപിക്കുന്നതല്ലേ ക്ഷമ കിട്ടാൻ ചെയ്യേണ്ടത്? പാപം ചെയ്തിട്ട് പശ്ചാത്തപിച്ചാൽ പാപക്ഷമ കിട്ടുമായിരുന്നെങ്കിൽ ദൈവം മനുഷ്യാവതാരം ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ദൈവം മനുഷ്യാവതാരം ചെയ്ത് ഇവിടെ വന്ന് പറഞ്ഞത് പരസ്പരം സ്നേഹിക്കണമെന്നല്ലേ? ദരിദ്രരെയും രോഗികളെയും ഒക്കെ സഹായിക്കുന്നതല്ലേ രക്ഷകിട്ട നാം ചെയ്യേണ്ടത്? അത് വർഗസ്നേഹമാണ്. ഉറുമ്പുറുമ്പിനെ സ്നേഹിക്കുന്നു, കാക്ക കാക്കയെ സ്നേഹിക്കുന്നു, നായ നായെ സ്നേഹിക്കുന്നു. അതുപോലെ മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുന്നു. ആ വർഗസ്നേഹം വേണം. പക്ഷേ അതുകൊണ്ട് ആരും സ്വർഗത്തിൽ പോയില്ല. ആർക്കും ഒരു ദോഷവും ചെയ്യാതെ ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. അവരൊക്കെ നരകയാതന അനുഭവിക്കുമെന്നാണോ സാറ് പറയുന്നത്? അവരുടെ നരകയാതനെ കുറിച്ച് പറയാൻ എനിക്കറിഞ്ഞുകൂടാ. ഒന്നറിയാം, സ്വർഗത്തിൽ പോകാൻ വേണ്ടത് ആർക്കും ദോഷം ചെയ്യാതെ ജീവിക്കുക എന്നുള്ളതല്ല. അപ്പോൾ സ്വർഗത്തിൽ പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? സ്വർഗത്തിൽ പോകാൻ ഒറ്റ കാര്യമാണ് ചെയ്യേണ്ടത്. എല്ലാവരും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന യേശുവിനെ രക്ഷകനും നായകനുമായി സ്വീകരിക്കുക മാത്രം ചെയ്യുക. ദൈവികത്വമുണ്ടെന്ന് പറയുന്ന മറ്റു ചിലരെയൊക്കെ രക്ഷകനും നായകനുമായി സ്വീകരിച്ചാൽ എന്തുകൊണ്ട് സ്വർഗം ലഭിക്കുകയില്ല? ഒന്നാമതായി, അവർ മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ശിക്ഷയേറ്റ് മരിച്ചിട്ടില്ലാത്തതുകൊണ്ട് രക്ഷകരാകാൻ യോഗ്യരല്ല. രണ്ടാമത്, അവർ ഉയർത്തെഴുന്നേറ്റ് സർവ്വവ്യാപിയായി ജീവിക്കുന്നവരല്ലാത്തതുകൊണ്ട് നായകരാകാൻ യോഗ്യരല്ല. അപ്പോൾ മനുഷ്യവർഗത്തിന് വേണ്ടി മരിച്ചു ഉയർത്തി ജീവിക്കുന്ന ആരാണ്? അത് നിങ്ങൾ പറ. യേശു തന്നെ. അടുത്ത ക്ലാസ് ഇനി ബുധനാഴ്ചയാണ്. 4 മണിക്ക് തന്നെയല്ലേ? വരുമല്ലേ? തീർച്ചയായും. ജൂബി, ബുധനാഴ്ച ക്ലാസ്സിന് മറക്കല്ലേ? തോമസേ മറക്കല്ലേ? പാപ്പച്ചേട്ടനും വരുമല്ലോ. ചേച്ചിയും വരുമല്ലോ. ശരി, ഇലാം സൗരി. ഓക്കെ, ശരി സാറേ. നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന ആലീസ് പറയുക അവരുടെ പള്ളിയിലെ ഫാഷൻ പരേഡാ നടക്കുന്നതെന്ന്. സാരി ആഭരണങ്ങളും കാണിക്കാൻ വേണ്ടി തന്നെ അവർ പള്ളി വരുന്നതെന്ന്. അതുകൊണ്ട് ഇനി നമ്മുടെ കൂടെ ബൈബിൾ ക്ലാസ് പഠിക്കാൻ വരാൻ തീരുമാനിച്ചിരിക്കുക. ബൈബിള് പഠിച്ച യേശുവിനെ കൈക്കൊള്ളും. യേശുവിനെ കൈക്കൊണ്ടാൽ സ്വഭാവത്തിന് അടിമുടി മാറ്റം വരും. അത് ശരിയാ. സിബിച്ചം പോയി കടവെല്ലാം വീട്ടിയ ശേഷം കുറെ സ്ഥലം വാങ്ങിക്കണം, ആഭരണങ്ങൾ വാങ്ങണം, കാറ് വാങ്ങണം, 2 നില വീട് വെക്കണം. ഇങ്ങനെ എന്തെല്ലാം മോഹങ്ങളായിരുന്നു നമുക്കുണ്ടായിരുന്നേ. റോസേ, ദുർമോഹങ്ങൾ എന്ന് പറ. ദൈവം കൂടെയില്ലാത്ത ബംഗ്ലാവിലിരുന്ന് സദ്യ ഉണ്ണുന്നതിനേക്കാൾ തൃപ്തി ദൈവത്തോടൊത്തൊരു കൊച്ചു വീട്ടിലിരുന്ന് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കുന്നതാണ്. ശരിയാ. ദൈവം കൂടെയില്ലാതെ വില കൂടിയ വസ്ത്രം ധരിച്ച്
വില കൂടിയ കാറിൽ സഞ്ചരിക്കുന്നതിനേക്കാൾ സന്തോഷം ദൈവത്തോടുകൂടെ വില കുറഞ്ഞ വസ്ത്രം ധരിച്ച് നടന്നു പോകുന്നതാ. ആദ്യം സിബിച്ചിന് ഈ സത്യം കർത്താവ് ബോധ്യമാക്കിയല്ലോ. അവൻ പറഞ്ഞതുകൊണ്ടാ നമുക്കും വിശ്വാസമായത്. അല്ലെങ്കിൽ ഈ സാർമാര് എത്ര നാൾ ഇവിടെ പ്രസംഗിച്ചോണ്ട് നടന്നാലും നമ്മൾ മാനസാന്തരപ്പെടുമായിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്നെ കൊണ്ടേ പോവുള്ളെന്ന് തോന്നണ. എന്റെ കർത്താവ് എങ്ങനെയെങ്കിലും ഒന്ന് സ്റ്റാർട്ടാക്കി തരണം. എന്താ മാത്തുക്കുട്ടി വണ്ടിക്ക് പറ്റിയത്? ഒന്നും പറ്റിയതല്ല. യവൻ അങ്ങനെ സ്നേഹമുള്ളവരുടെ വീട് കണ്ട പിന്നെ അവിടെ നോരാടി നീങ്ങൂല. എന്നെ പോലെ തന്നെ. അല്ല, പിള്ളേര് രണ്ടുപേരും ജയിച്ചില്ലേ? ജയിച്ചു. പഠിക്കുന്ന പിള്ളേരുള്ള മാതാപിതാക്കൾക്ക് മെയ് മാസം ജയ് മാസം ആണെങ്കിലും വൈറ്റ് തീ മാസമാ. യൂണിഫോം, കൊട, പുസ്തകങ്ങള്, എന്തെല്ലാം പ്രശ്നങ്ങളാ അല്ല ചേട്ടത്തി? പണ്ട് ഞങ്ങളും കൊറേ തീ തിന്നതാ. ദൈവം സഹായിക്കോടോ. പിന്നെ പാപ്പു ചേട്ടാ, ഞാൻ ഇപ്പൊ വന്നത് നമ്മളെ സിബിച്ചൊരു ആലോചനയുമായിട്ടാ. പെണ്ണ് അമേരിക്കക്കാരിയാ, ഹൊക്കലാഹോമേന്ന്. മദാമയാണോ? മദാമയൊന്നും അല്ല, ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് പോയവനാ. എന്റെ ഭാര്യ മേരിയാ പറഞ്ഞത് സിബിച്ചന് ചേരുമെന്ന്. സിബിച്ചന് പറ്റിയ പെണ്ണിനെ ആലോചിക്കാൻ മാത്തുക്കുട്ടി വിചാരിച്ചാ നടക്കുമെന്ന് തോന്നുന്നില്ല. അതൊക്കെ ഈ ഫേമസ് മാത്തുക്കുട്ടി ശരിയാക്കിയിട്ടുണ്ട്. ABCD ഒത്താ പോരെ? ABCD? അതെ. A ഏജ്, പ്രായക്കുറവ്. B ബ്യൂട്ടി, ആരും കുറ്റം പറയാത്തത്ര സൗന്ദര്യം. C ക്യാരക്ടർ, തങ്കപ്പെട്ട സ്വഭാവം. D ഡവറി, കനത്ത സ്ത്രീധനം. E എഡ്യൂക്കേഷൻ, മികച്ച വിദ്യാഭ്യാസം. F ഫാമിലി, കുലീന കുടുംബം. ഇത്ര ഒത്താ പോരെ? ഇത്രയൊന്നും ഒക്കണ്ട. ഒന്നോ രണ്ടോ കുറയ്ക്കാം അല്ലേ? ബാബു ചേട്ടാ, ചേട്ടാ എന്തോന്നാ പറഞ്ഞത്? എടോ, ഒറ്റ കാര്യം ഒത്താൽ മതി. B ബോണഗെയിൻ കേട്ടിട്ടുണ്ടോ? ബോണഗെയിനാ? ബോണെന്ന് പറഞ്ഞാ എല്ല്, എഗ്ഗെന്ന് പറഞ്ഞാ മുട്ട. ഓ, എല്ലില്ലാത്ത മുട്ട. അതല്ലടോ, പെണ്ണ് വീണ്ടും ജനിച്ചതായിരിക്കണം. ഇപ്പം മനസ്സിലായി. വിവാഹ പരിസ്ഥിതി വായിക്കാറുണ്ട്. അല്ല ചേട്ടാ, വീണ്ടും ജനിക്കണോന്ന് പറഞ്ഞാ എന്നതാ? ഉദരത്തീന്ന് ജനിച്ചാ പോരാ, ഉയരത്തീന്ന് ജനിക്കണം. ദൈവത്തീന്ന്. ദൈവ പൈതലാകണം. സിബിച്ചൻ ഗൾഫിൽ വെച്ച് മാനസാന്തരപ്പെട്ടു. ഇനി മാനസാന്തരപ്പെട്ട പെണ്ണിനെ വിവാഹം കഴിക്കത്തുള്ളൂ. ഞങ്ങളും ബൈബിള് പഠിച്ചോണ്ടിരിക്കുക. ഇവിടെ നടക്കുന്ന ധ്യാനത്തിനൊക്കെ പോവാറുണ്ട്. അപ്പൊ ഞങ്ങളെയൊക്കെ വിട്ടു പോവല്ലേ? വെച്ച കാലിന് പുറകോട്ടില്ല മാത്തുക്കുട്ടി. നല്ല കാര്യം, എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെ റബ്ബർ തോട്ടം വാങ്ങാൻ ഉദ്ദേശമുണ്ടെന്ന് കേട്ടു. അസല് 105ന്റെ 1-2 തോട്ടം ഇവിടെ അടുത്തുണ്ട്, നോക്കിയാലാ? വെറുതെ പറയുന്നതാ. 1 സെന്റ് സ്ഥലം പോലും വാങ്ങരുതെന്ന് ഞങ്ങൾ സിബിച്ചനോട് പറഞ്ഞിട്ടുണ്ട്. അവനും താല്പര്യമില്ല. ഉണ്ണാനും കൊടുക്കാനും കർത്താവ് തന്നിട്ടുണ്ട്, അത് മതി. നന്നായി കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇനി ആശ്വസിക്കല്ലേ വേണ്ടത്? കാശല്ലല്ലോ വലുത്. തമ്പുരാൻ കർത്താവ് 6 ദിവസം ജോലി ചെയ്തിട്ടാണ് പ്രപഞ്ച സൃഷ്ടി പൂർത്തീകരിച്ചത്. 7-ാം ദിവസം അവിടുന്ന് വിശ്രമിക്കുകയും ചെയ്തു. ഞങ്ങളെപ്പോലെ കഷ്ടപ്പെട്ടവർ ഈ നാട്ടിൽ ആരെങ്കിലും ഉണ്ടോ? ഞങ്ങളിനി വിശ്രമിച്ചില്ലെങ്കിലേ ദൈവം പൊറുക്കുകയല്ല. സണ്ണിക്കുട്ടി ഒരു അമേരിക്കക്കാരെ കെട്ടി അമേരിക്കയ്ക്ക് പോവുക. അവര് തോട്ടം വാങ്ങുന്നതിന് മുമ്പ് നമുക്കൊരെണ്ണം വാങ്ങിച്ചൂടെന്നാ ഞാൻ ചോദിക്കുന്നത്. അല്ല, ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ എന്നൊരു പഴഞ്ചൊല്ലോട്ടെ. അവര് വാങ്ങട്ടെ. സിബിച്ചൻ ജോലി രാജിവെച്ചിട്ട് കെനിയയിൽ സുവിശേഷ വേലയ്ക്ക് പോവുക. അവിടുത്തെ ഭാഷ പഠിച്ച് ബൈബിൾ ഉണ്ടാക്കാനും പാട്ടുണ്ടാക്കാനും ഒക്കെ. ഓ, അങ്ങനെ. അതുകൊള്ളാം. അല്ല മാത്തുക്കുട്ടി, സണ്ണി ആലീസിന്റെ മകളെ ചെറുപ്പം മുതലേ സ്നേഹിക്കുന്നതാ. അവളെ ഉപേക്ഷിച്ച് അമേരിക്കക്കാരി പെണ്ണിനെ കെട്ടാൻ പോകുന്നത് ദൈവം പൊറുക്കുകയല്ല. കടുങ്കാപ്പിയിടാൻ ഒരു ഉണക്ക റബ്ബർ കമ്പ് എടുക്കാനില്ലാത്ത വീട്ടിലോട്ട് സണ്ണിക്കുട്ടിക്ക് ഒരു ബന്ധം വേണോന്ന് ചോദിച്ചു. ആര്? അന്തോണിക്കാട്ടെ. ആ കൊച്ചിന്റെ കഷ്ടകാലം. ദൈവമേ, ഡെയ്സിയെ ദൈവം കാക്കട്ടെ. അല്ല പാപ്പു ചേട്ടാ, ഈ സിബിച്ചൻ ജോലി രാജിവെച്ചിട്ട് കെനിയെ പോകുന്നതിൽ നിങ്ങൾക്ക് സമ്മതമാണോ? ഞങ്ങളുടെ മകൻ മിഷണറി ആകുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അല്ലേ റോസേ? മാതച്ചായ, എനിക്ക് കട്ടിയുള്ളൊരു മാല, പിന്നെ 2 കാതിപ്പൂ, പിന്നെ എല്ലാവർക്കും കുറച്ച് ഡ്രസ്സുകളും ഉടനെ മേടിക്കണം. മമ്മി, എനിക്ക് ഞാൻ പറഞ്ഞ ജീൻസ് വേണം. എന്നാ ജീൻസ് അടാനീഷേ? 8 പോക്കറ്റും 8 വാലുള്ള ജീൻസ്. 8 പോക്കറ്റുള്ള ജീൻസോ? ഈ പിള്ളേരുടെ ഒരു കാര്യമേ. അതിനകത്ത് എന്നാ ഇടാനാടാ അവന്റെ ഒരു 8 പോക്കറ്റുള്ള ജീൻസ്?
നീ നിനക്കൊന്നും പറയായില്ലേ? എനിക്ക് ലാച്ച വേണം. എന്തോന്ന് കച്ചേ? കച്ചിയല്ല, ലാച്ച. ഓ, ഈ വയറ് കാണിക്കുന്ന ഡ്രസ്. മക്കളെ, ഈ അല്ലെങ്കിൽ അത് വേണ്ട. ഈ കല്യാണപ്പെട്ടി വാങ്ങിച്ചെന്റെ കട ഇതുവരെ തീർന്നിട്ടില്ല. നമ്മക്കിപ്പോ ഒന്നും വേണ്ട. എല്ലാ കടങ്ങളും വീട്ടിയ ശേഷം 5 സെന്റ് സ്ഥലമായി. മെമ്പർ മമ്മൂക്കെ കണ്ട് EMS പദ്ധതിയിൽ വീടൊരെണ്ണം പഞ്ചായത്തിൽ നിന്ന് തട്ടിക്കൂടും. അത് ശരിയാ. പപ്പ വാടക കൊടുത്ത് മുടിഞ്ഞു. പിന്നെ എനിക്ക് കല്യാണത്തിനോ പെരുന്നാളിനോ ഒക്കെ പോവാൻ നല്ലൊരു സാരി വാങ്ങിക്കണം. വേണ്ട, തുണി എടുക്കുന്ന കാര്യം പറയുമ്പോഴെല്ലാം ഈശോയ്ക്ക് ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂന്ന് പറയാൻ വരുമല്ലയോ? എനിക്ക് ആകെ പഴഞ്ചൻ 2 സാരിയേ ഉള്ളൂ. പുറത്തിറങ്ങുമ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോവാ. തൊലിയല്ലേ മുളച്ചു വന്നോളൂ. എടീ, എന്ത് മേടിക്കാനാണെങ്കിലും കടമ്പകൾ കുറെ കടക്കേണ്ടതുണ്ട്. സണ്ണിക്കുട്ടിയെ കുറിച്ച് അവരന്വേഷിക്കാതിരിക്കണം. അവരന്വേഷിച്ചെങ്ങാനും പോയാ അവരൊക്കലാഹോം വരെ തിരിഞ്ഞു നോക്കാതെ ഓടും. പിന്നെ സണ്ണിക്ക് വിസ കിട്ടണം, അവിടെ ചെന്ന് കല്യാണം നടത്തണം, വസ്തു വയ്ക്കണം. ഇത്രയും കഴിഞ്ഞാല് കുന്നേൽ അന്തോണിച്ചേട്ടന്റെ കണ്ണു തുറക്കും. എന്നാലേ കുന്നേലെ അന്തോണിച്ചേട്ടന്റെ കണ്ണു തുറക്കണ്ട. അതെ, അരുവിത്തറയിലെ പുണ്യാളച്ചന്റെ കണ്ണു തുറന്നാ മതി. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കില്ലെന്നാ. ഈ കല്യാണം നടക്കാൻ ഞാൻ നേർച്ച നേർന്നിട്ടുണ്ട് ചായ. എവിടെ ചെന്നാൽ അവൾ ഒടുക്കത്ത ഒരു നേർച്ച. എടി, നീ നേർച്ച നേർന്നാണ് ഞാൻ ഇങ്ങനെ നേർത്തു പോയത്. പോയി ചോറുള്ള പടി. പപ്പാ, എന്റെ ലാച്ച. അമ്മയുടെ ഒരു നേർച്ച, നിന്റെ ഒരു ലാച്ച്. ഇത് രണ്ടും കൂടെ നിറവേറ്റി വരുമ്പോ കർത്താവ് ഞാൻ പിച്ചെടുത്ത് പോവുമല്ലോ. പലരും പറഞ്ഞത് മറക്കാൻ. എനിക്ക് സ്നേഹിക്കാൻ അറിയാമായിരുന്നുള്ളൂ. എത്രയോ നല്ല വിവാഹാലോചനകൾ വന്നിട്ടും ഞാൻ ഒഴിഞ്ഞു മാറിയത് എന്നാന്നറിയാവോ? സണ്ണിച്ചായനോടുള്ള സ്നേഹം കൊണ്ട. അതിന് ഡെയ്സി ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. അച്ചായന് കേസുകെട്ടുകൾക്ക് മുകളിൽ കേസുകെട്ടുകൾ വന്നിട്ടും ഞാൻ അച്ചായനെ വെറുത്തില്ലല്ലോ. എനിക്കൊരു ലക്ഷ്യം ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ കേസുകളിൽ നിന്നും ഒഴിവാക്കി എന്റെ ആ പഴയ അച്ചായനാക്കി മാറ്റാം. ഡെയ്സി, ഈ കേസുകളിൽ നിന്നെല്ലാം ഒഴിവാവാൻ എന്റെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. വിവാഹം കഴിഞ്ഞ് ഞാൻ അമേരിക്കയ്ക്ക് പോയാലും എന്റെ മനസ്സ് ഇവിടെ തന്നെ ആയിരിക്കും ഡെയ്സിക്കൊപ്പം. അമേരിക്കയിലെത്തി ഗ്രീൻ കാർഡ് കിട്ടിയ അവളെ ഡിവോഴ്സ് ചെയ്തിട്ട് ഡെയ്സിയെ ഞാൻ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഡെയ്സി, നീ എന്നും എന്റേതാ, എന്റേത് മാത്രം. ഡെയ്സി മോളെ, ഇത് മോളുടെ മാത്രം പ്രശ്നമല്ല. ഇവിടെയുള്ള പല പെൺകുട്ടികളും അനുഭവിക്കുന്ന ദുരന്തമായത്. ഡോളറുകൾ കാണുമ്പോൾ പലരുടെയും കണ്ണുകളിൽ തെളിയുന്നത് സ്നേഹമല്ല, തോട്ടങ്ങൾ വാങ്ങാനും മണിമന്ദിരം പണിയാനുള്ള ആർത്തിയാണ്, കൊതിയാണ്. മോളെ, നീ പിടിച്ചു നിൽക്കണം. കടുങ്കൈയൊന്നും ചെയ്തു കളയരുത്. ആ ദുഃഖം കൂടി താങ്ങാനുള്ള ശക്തി നിന്റെ അമ്മ ആലീസിനുണ്ടാവില്ല. മോൾ ഒരു കാര്യം ചെയ്യും, ബൈബിൾ ക്ലാസ്സിൽ വാ. കർത്താവ് വന്നത് വഞ്ചിതരെയും ചൂഷിതരെയും രക്ഷിക്കാനാണ്. യേശു നിന്നെ ചതിക്കില്ല. ഹലോ, മോനോ? അപ്പച്ചൻ പുറത്തു പോയിരിക്കുക. പറയാം, എല്ലാവരോടും അന്വേഷണം പറയാം. കെനിക്കോ? പറയാം മോനെ, ഞാൻ പ്രാർത്ഥിക്കാം. കുറച്ച് കഴിഞ്ഞ് വരും. ശരി ശരി. സിബിച്ചൻ വിളിച്ചായിരുന്നു. ഇന്ന് കെനിക്ക് പോകുന്നതെന്ന്. ഒറ്റയ്ക്കാണെന്ന് കേട്ടപ്പോ എന്തോ ഒരു പ്രയാസം. ഒറ്റയ്ക്കാണെന്ന് ആര് പറഞ്ഞു? സിബിച്ച മിഷണറി ആയിട്ടല്ലേ പോകുന്നത്. കർത്താവ് അവന്റെ കൂടെ ഉണ്ട്.
പ്രഭാകരേട്ടൻ അറിഞ്ഞില്ലയോ? നമ്മുടെ കക്കുഴിപ്പാപ്പുച്ചേട്ടന്റെ മകൻ സിബയില്ലേ, അവന്റെ ജോലി പോയി. സാമ്പത്തിക മാന്യം. അതെ, ഞാൻ ഗൾഫിൽ നിന്ന് പോകുന്ന കാരണം രക്ഷപ്പെട്ടു. മൊത്തം തകർന്നു കിടക്കല്ലയോ ഗൾഫ്. സിബിച്ചന്റെ ജോലി പോയതല്ല, അവൻ ജോലി രാജിവെച്ചിട്ട് കെനിയയ്ക്ക് സുവിശേഷ വിലയ്ക്ക് പോയതാ. ഗൾഫിൽ ചെന്നധികം താമസിയാതെ മാനസാന്തരപ്പെട്ടവൻ സ്നാനപ്പെടുകയായിരുന്നു. എന്റെ തോമാച്ച പണി പോയെന്നറിഞ്ഞപ്പം അക്കരയ്ക്ക് ചാടിയതല്ലേ. സുവിശേഷ വേലയല്ലേ ഇപ്പം മെച്ചം. സായിപ്പിന്റെ കാശല്ലേ. അത് ചേട്ടന് തെറ്റിയതാ. സിബിച്ചൻ സൗണ്ട് എഞ്ചിനീയറിംഗ് പാസ്സായതല്ലേ. ഗൾഫിലല്ല, ലോകത്ത് എവിടെ പോയാലും ജോലി ഉറപ്പാ, നല്ല ശമ്പളവും കിട്ടും. ദൈവവിളി ഉണ്ടായതുകൊണ്ട് തന്നെ കെനിയയ്ക്ക് പോയത്. അത് ആഫ്രിക്കയിലൊരു പട്ടിണി രാജ്യ. സിബിച്ചന് ഇവിടെ ശമ്പളമൊന്നും ഇല്ല, അതറിയോ? എന്റെ പ്രഭാകരേട്ടാ, ആ പാപ്പുച്ചേട്ടനൊരു കാലം കെട്ടവനാ. അനുഭവിക്കാൻ യോഗമില്ലാന്നേ. ഇവിടെ ഒരു സെന്റ് സ്ഥലം വാങ്ങാൻ പറ്റിയിട്ടില്ല. പിന്നൊരു കാര്യം, ആ സിബിച്ചനെ പഠിപ്പിക്കാൻ ബാങ്കിൽ നിന്ന് എടുത്ത കടല്ലേ, അത് വീടി തന്നെ മിച്ചം. ഇല്ലായിരുന്നേ ആ പുരയിടം ബാങ്കുകാര് കൊണ്ടുപോയാനെ. എന്റെ ജോസെ, ചേട്ടനും ചേട്ടത്തേക്ക് സമ്മതമായിരുന്നു. അവരും ഇപ്പൊ ബ്രദറുകാരുടെ ബൈബിൾ ക്ലാസ് പഠിക്കാൻ പോവല്ലേ. ബൈബിൾ പഠിക്കുവാണെങ്കിൽ ഇവരുടെ കൂടെ പഠിക്കണം. സത്യമായിട്ടല്ലേ പഠിപ്പിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എന്തുകൊണ്ടാണ് സകല ബാല്യകാല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ചെറുപ്പക്കാർ നശിക്കുന്നത്? എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ തകരുന്നത്? എന്തുകൊണ്ടാണ് സമൂഹം അധപ്പതിക്കുന്നത്? ആളുകൾ പറയുന്നത് അത് സാഹചര്യങ്ങൾ കൊണ്ടാണ്, സഹജീവികളെ കൊണ്ടാണ് എന്നാണ്. എന്നാൽ പ്രിയ സ്നേഹിതരെ, അങ്ങനെയല്ല. മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അവനോടുകൂടെ ഇല്ല എന്നുള്ളതാണ് ഈ സകല അധപ്പതനത്തിന്റെയും കാരണം. ചില ആളുകൾ പറയുന്നത് ഒരു ചന്ദനക്കട്ട ചെളിക്കകത്ത് കിടക്കുന്നുവെന്നിരിക്കട്ടെ, അതിന്റെ ചെളി കഴുകിക്കളഞ്ഞാൽ പഴയതുപോലെ അത് സുഗന്ധം പുറപ്പെടുവിക്കും എന്നാണ്. അതുപോലെ ദൈവാംശം മനുഷ്യനിലുണ്ട്. സാഹചര്യങ്ങളെ അനുകൂലമാക്കിയാൽ മനുഷ്യൻ ദൈവമുള്ളവനായി മാറും എന്നാണ് പറയുന്നത്. പ്രിയ സ്നേഹിതരെ, അബദ്ധമാണത്. മനുഷ്യൻ കിളി പറന്നുപോയ ഒരു കൂടാണ്. കിളി പറന്നുപോയ ആ കൂടിനെ പെയിന്റ് അടിച്ചിട്ട് ഒരു കാര്യവുമില്ല. പറന്നുപോയ ആ കിളിയെ തപ്പിപ്പിടിച്ചു കൊണ്ടുവന്ന് ഈ കൂട്ടിനകത്തിടുക എന്നുള്ളതാണ് ആവശ്യം. ഈ ലോകത്ത് 2 തരത്തിലുള്ള വസ്തുക്കളുണ്ട്. ഇലക്ട്രിസിറ്റി പ്രവഹിക്കുന്ന ഗുഡ് കണ്ടക്ടേഴ്സ് ഉണ്ട്, ഇലക്ട്രിസിറ്റി പ്രവഹിക്കാത്ത ബാഡ് കണ്ടക്ടേഴ്സും ഉണ്ട്. മനുഷ്യനെ മാത്രം സംബന്ധിച്ച് പറഞ്ഞാൽ അവനിൽ മാത്രമാണ് ദൈവത്തിന് വസിക്കുവാനായിട്ട് സാധിക്കുന്നത്. ആ നിലയിൽ ദൈവാഭിമുഖമായി ചിന്തിച്ചാൽ മനുഷ്യൻ ഗുഡ് കണ്ടക്ടറാണ്. മൃഗങ്ങളിലോ അല്ലെങ്കിൽ പക്ഷികളിലോ ഇഴജാതികളിലോ ദൈവത്തിന് വസിക്കാൻ സാധിക്കില്ല. മനുഷ്യരിൽ മാത്രമാണ് ദൈവത്തിന് വസിക്കുവാൻ സാധിക്കുന്നത്. സൃഷ്ടാവും രക്ഷിതാവും പരിപാലകനും ന്യായാധിപനുമായ ദൈവം ഉള്ളിൽ വരുമ്പോൾ വ്യക്തികൾ നന്നാകും, കുടുംബങ്ങൾ നന്നാകും, സമൂഹം നന്നാകും. ജന്മനാ ദൈവം മനുഷ്യനില്ലാതിരിക്കെ ദൈവം മനുഷ്യനിൽ ഉണ്ട് എന്ന് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ ചതി. ആ ചതിയുടെ പരിണിത ഫലമായാണ് ചെറുപ്പക്കാർ മദ്യപാനികളും അതുപോലെ മയക്കുമരുന്ന് ശീലിക്കുന്നവരും മാതാപിതാക്കളെ അനുസരിക്കാത്തവരും സമൂഹത്തിന് വലിയ ബാധ്യതയുമായും തീർന്നിരിക്കുന്നത്. മനുഷ്യന് വേണ്ടത് ദൈവത്തെയാണ്. മനുഷ്യന് വേണ്ടത് അരിയോ തുണിയോ പണിയോ വിദ്യാഭ്യാസമോ ശാസ്ത്രമോ പണമോ അല്ല. മനുഷ്യന് വേണ്ടത് ദൈവത്തെയാണ്. പ്രിയപ്പെട്ടവരെ, ആരാണ് ആ ദൈവം? മനുഷ്യനായി തീർന്ന, മനുഷ്യന്റെ നരകമേറ്റെടുത്ത കർത്താവായ യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചാൽ മനുഷ്യന്റെ പ്രശ്നങ്ങൾ ഒന്നൊന്നായി ഒഴിഞ്ഞു പോകാനിടയാകും. സമാധാനവും സന്തോഷവും ഉള്ള ഒരു ജീവിതം നയിക്കാൻ അവന് സാധിക്കും. അവന് പ്രയോജനമുള്ള, മറ്റുള്ളവർക്കും പ്രയോജനമുള്ള ജീവിതം നയിക്കാൻ അവന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. നമ്മുടെ നരകം അനുഭവിക്കുവാൻ, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അനുഭവിക്കുവാൻ ദൈവം മനുഷ്യനെ സ്നേഹിച്ചു. മനുഷ്യനായി തീർന്ന കർത്താവായ യേശു നമ്മുടെ നരകമേറ്റ് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് അദൃശ്യനായി ജീവിക്കുന്നു. തൂണിലും തുരുമ്പിലും ഇരുമ്പിലും കരിമ്പിലും ചെരുപ്പിലുമെല്ലാം ദൈവമുണ്ടെന്ന് ആളുകൾ പറയുന്നു. അത് വേറെ ആരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. യേശുവാണ് പ്രപഞ്ച സൃഷ്ടാവ്, യേശുവാണ് പരിപാലകൻ, യേശുവാണ് രക്ഷിതാവ്, ഒരു സമോസ ന്യായാധിപൻ. അല്ല ജോസ്, ഈ ബൈബിൾ ക്ലാസ്സുകാർ നിങ്ങളുടെ കൂട്ടരല്ലേ? എന്റെ കൃഷ്ണ, യവന്മാർ സത്യക്രിസ്ത്യാനികളൊന്നും അല്ല. സത്യക്രിസ്ത്യാനികൾ അല്ലെന്നോ? മുറുക്കും സിഗരറ്റ് വലിയും കള്ളുകൂടിയൊക്കെ പാപമാണെന്നല്ലേ ഇവര് പറയുന്നത്?
കുരിശില്ല, കുന്തിരിക്കമില്ല, മുത്തുക്കുടയില്ല, വെടിക്കെട്ടില്ല, മെഴുകുതിരിയില്ല, രൂപങ്ങളില്ല, പെരുന്നാളില്ല. എന്തിന്? അച്ഛന്മാര് പോലും ഇവർക്കില്ലെന്നേ. ഏതു നേരവും പാട്ടും പ്രാർത്ഥനയും ബൈബിള് പഠിത്തവും മാത്രം. വിശ്വാസികളെല്ലാം പുരോഹിതന്മാരാണെന്നാ ഇവര് പറയുന്നത്. വലിയും കുടിയും നല്ലത്, പാട്ടും പ്രാർത്ഥനയും ബൈബിള് പഠിത്തവും തെറ്റ്. കൊള്ളാലോ. അല്ല, വാസുചേട്ടൻ പറയുന്നത് കറക്റ്റാ. ബൈബിൾ അനുസരിച്ചാണെങ്കിൽ ശരിയായ കൂട്ടർ എവരാണെന്നാ എനിക്ക് തോന്നുന്നത്. പിന്നെ ആള് കുറവാ, ഇവരുടെ പള്ളികളും ചെറുതാ, അത്രേ ഉള്ളൂ. എന്തിനാ ഈ ജോസിനെയും നമ്മുടെ അന്തോണി ചേട്ടനെയും സണ്ണിയാൻ പോലുള്ള കുറെ ആളുകൾ? ശകലം കുടിച്ച ആകാശം ഒന്നും പൊട്ടി താഴെ വീഴില്ല. അത് വലിയ തെറ്റാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കുടിക്കുന്നത് തെറ്റാണെങ്കിൽ കുറച്ചു കുടിച്ചാലും കൂടുതൽ കുടിച്ചാലും തെറ്റ് തന്നെയാ. പെരുന്നാളുകളോ നോമ്പുകളോ ക്രിസ്തു സ്ഥാപിച്ചതല്ല. സ്വരൂപ വണക്കം ദൈവം വിലക്കിയിട്ടുള്ളതാണ്. സ്കൂളിൽ പഠിക്കുമ്പോ പൗലോസ് മാഷ് പറയാറുണ്ടായിരുന്നു, ഈ വെടിയും പുകയും മെഴുകുതിരിയൊന്നും ക്രിസ്തു സ്ഥാപിച്ചതല്ലാന്ന്. എന്നാൽ യേശു വന്നത് കർമ്മങ്ങൾ ചെയ്യിക്കാനല്ല. കർമ്മകൂദാശകൾ കൊണ്ട് ആർക്കും മോക്ഷം ലഭിക്കുമായിരുന്നില്ല. സഭാ നേതാക്കൾ വിവാഹിതരായി കുടുംബ ഉത്തരവാദിത്വം കൂടെ നിർവഹിക്കുന്നവരായിരിക്കണമെന്നാണ് അത് ശരിയാ. ബൈബിൾ പഴയ നിയമപുരോഹിതന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ വിവാഹിതരായിരുന്നല്ലോ. അല്ല, പിന്നെങ്ങനെ രണ്ടു കൂട്ടരുണ്ടായത്? എല്ലാവർക്കും ഇല്ലേ ബൈബിള്? ഇവരൊക്കെ ഞങ്ങളിൽ നിന്ന് വിട്ടുപോയതാന്നേ. യേശു പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. 4-ാം നൂറ്റാണ്ട് മുതൽ ആ പാപ്പുച്ചേട്ടന്റെ മോൻ സിബിച്ചന് അബദ്ധം പറ്റിയതാ. ഗൾഫിലെ ഒന്നാന്തരം ജോലി വിട്ട് ആഫ്രിക്കയ്ക്ക് പോകേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നല്ല സ്ത്രീധനമൊക്കെ വാങ്ങിച്ചിട്ട് ഒരു പെണ്ണ് കെട്ടിയാ മതിയായിരുന്നു. ഒരു കണക്കിന് നേരത്തെ കല്യാണം കഴിക്കാൻ ഞാൻ നന്നായി. അവൾക്ക് ആഫ്രിക്കയ്ക്ക് പോകാൻ സമ്മതമല്ലെങ്കിലോ പ്രശ്നമാവില്ലേ? ഇനിയിപ്പോ സമ്മതമുള്ള പെണ്ണിനെ കെട്ടാലോ? കെട്ടിയാ കൊള്ളാം. അല്ല, വാസുചേട്ടൻ അറിഞ്ഞോ അമേരിക്കൻ പണമോഹിച്ച് പെണ്ണ് കെട്ടിയ സണ്ണിയുടെ അവസ്ഥ? അവനിപ്പോ അമേരിക്കയിൽ ജയിലിലാ. ഉപ്പ് തിന്നവരാരായാലും വെള്ളം കുടിക്കും. അതെ, എന്നെ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും നല്ല 2 പെമ്പിള്ളേരെ ഞാൻ നോക്കിത്തരാം. എടാ, അവന്റെ ലാപ്ടോപ്പും കൊണ്ടോ പൊന്നുപോലെ ഇതിന്റെ ലോൺ അടഞ്ഞു തീർന്നിട്ടില്ല. ഇനി തൊട്ട് കളിക്കല്ലേ ചേട്ടാ. അങ്ങോട്ട് നടക്കണോ എന്തിനു ചേട്ടാ? അന്തോണി ചേട്ടാ പിടിച്ചോ, ഇവൻ എന്നാ വേണേലും ചെയ്യും. ചേട്ടാ, ഞാൻ എന്തോന്നിടാ? നീ സണ്ണിക്കുട്ടിക്ക് കൊണ്ടുവന്ന അമേരിക്കക്കാരി ഇത്ര കെട്ടവളാണെന്ന് എന്താ നേരത്തെ പറയാൻ? അത് തന്നെ അവർ എന്റെ അടുത്തും ചോദിക്കണത്. എന്തുവാ? ഞാൻ എന്ത് ചെയ്യാനാ? സണ്ണിക്കുട്ടിയുടെ എമ്മയും പാസ്പോർട്ടും ഒക്കെ വ്യാജമാണെന്ന് ആരോ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ കാല് വെട്ടി കളഞ്ഞ 1.5 കാലിലായിരിക്കും. കാല് മാത്രമല്ല, കയ്യും നിന്റെ വെട്ടും. സണ്ണിക്ക് കേസുള്ള കാര്യം അവരിപ്പോഴാണ് അറിഞ്ഞത്. അത് സണ്ണിയാണെങ്കിൽ അവിടെ ചെന്നപ്പോ തൊട്ട് കുടിയും. അവളെ മുമ്പ് കെട്ടിച്ച കാര്യം നേരത്തെ പറയാത്തെന്തെന്നും ചോദിച്ചോണ്ട് എന്നും അവന്റെ ഭാര്യനെ അടിയായിരുന്നു. ആങ്ങളമാര് വിടുവോ? അവര് കേസ് കൊടുത്ത് സണ്ണിക്കുട്ടിയെ ജയിലിലാക്കി. അതെ അന്തോണി ചേട്ടാ, ഇത് നമുക്ക് അവരുമായിട്ടല്ലേ തീർക്കാവുള്ളത്. നീ അങ്ങനെ തീർക്കണ്ട, അവരുടെ കാര്യമൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ അമേരിക്ക പോയി തീർക്കോ? ഇവിടത്തെ മാതിരി അല്ല അവിടെ. അമേരിക്കയിലെ മക്കളെ പോലെ തല്ലാൻ പാടില്ല. പിന്നെയല്ലേ ഭാര്യ. അവിടുത്തെ കോടതിയൊക്കെ പെണ്ണുങ്ങൾക്ക് അനുകൂലമാണ്, അറിയാം. ഇതൊക്കെ താൻ ഇപ്പോഴാണ് പറയുന്നത്. ഇവിടെ കുറ്റക്കാരൻ മാത്തൂട്ടി മാത്രമല്ല, ഇല്ലാത്ത ഡിഗ്രികളും നുണകളും പറഞ്ഞ് നമ്മളവരെ പറ്റിക്കല്ലായിരുന്നു. അൽഫോൺസാമ പറഞ്ഞതാ ശരി. ഇനി ഇതിന്റെ പേരിൽ ആരും മാത്തൂട്ടിയെ ദ്രോഹിക്കൊന്നും ചെയ്യരുത്. മാത്തൂട്ടി ചെല്ലേ. ശരി അടത്തി. എന്താ ചേട്ടാ? ഗുണ്ടകളെന്നും പറഞ്ഞുള്ള മസിലും പേരിക്ക് നടക്കുക. ഇപ്പൊ എല്ലാ കൂട്ടും എന്റെ തലയില് ഡോളർ കണ്ണുവച്ചു നുണ പറഞ്ഞ് കല്യാണം നടത്തിയപ്പോ ഓർക്കണമായിരുന്നു. എന്റെ മക്കിട്ട് കയറാല്ലേ കേക്കണോ? എളിയ പുറത്തല്ലേ വാദം കോച്ചുള്ളു. പാപ്പക്കുട്ടി ചേട്ടാ, പാപ്പക്കുട്ടി ചേട്ടാ, ചേട്ടാ, ചേട്ടാ. എന്താ മാത്തുക്കുട്ടി? എന്റെ പാപ്പു ചേട്ടാ, ആ സണ്ണിക്കുട്ടി അമേരിക്കയിൽ പ്രശ്നം ഉണ്ടാക്കി. ഇപ്പത്തെ ജയിലിലും ആയി. അതാ ആലിസിന്റെ മോളുടെ കണ്ണീരാ. അനുഭവിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അവരിപ്പൊ ഞങ്ങളുടെ സഭയിൽ വന്ന് വചനം പഠിക്കുന്നുണ്ട്. ഈ നരകം എന്ന് പറഞ്ഞ ഇവിടെ തന്നെ അല്ലയോ? അല്ല മാത്തുക്കുട്ടി, നരകം പരലോകത്തിലാണ്. എന്നാൽ ഇവിടെ ചിലർക്ക് അതിന്റെ ഒരു ചാറ്റൽ മഴ ഉണ്ടാവുമെന്ന് മാത്രം. അല്ല പാപ്പു ചേട്ടാ, ആ അന്തോണി ചേട്ടൻ ദൈവവിശ്വാസമൊന്നുമില്ലേ? ദൈവവിശ്വാസം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ നടന്ന സുവിശേഷ യോഗം കലക്കാൻ ഗൂഢാലോചന നടന്നത് ആ വീട്ടിലാണെന്ന് എനിക്കറിയാം. അൽഫോൻസാമ തങ്കപ്പെട്ടതാ. ആ ചെറുക്കനെ പഠിപ്പിച്ചത് അയാൾ ഒറ്റയൊരുത്തനാ.
എന്തെല്ലാം മോഹങ്ങളായിരുന്നു. 105 റബ്ബർ തോട്ടം, ഒക്കലാഹോമിലേക്കൊരു കറക്കം, കക്കുഴിപ്പാപ്പന്റെ തകർച്ച. എല്ലാം തകർത്തെറിഞ്ഞില്ലേ നിന്റെ പിന്നാരെ മോൻ? അനുഭവിക്കേ നിന്റെ വളർത്തുദോഷം. എന്റെ വളർത്തുദോഷം പിന്നല്ലാതെ. മടി കിടക്കുന്ന കാലം മുതലേ കള്ളു കുടിപ്പിച്ച് വളർത്തിയതും ദൈവം ഇല്ലെന്ന് പറഞ്ഞ് പഠിപ്പിച്ചതും ഞാനായിരുന്നു. കള്ളം പറഞ്ഞ് കല്യാണം നടത്താല്ലെന്ന് ഞാൻ കാല് പിടിച്ച് പറഞ്ഞതാ. ഞാൻ മാത്രമാണോ കള്ളം പറഞ്ഞത്? ആ പെണ്ണിനെ നേരത്തെ ഒന്ന് കെട്ടിച്ചതാണെന്ന് അവര് പറഞ്ഞായിരുന്നു. അതെന്റെ മോനൊന്ന് ചോദിച്ചു പോയി, അതാണ് ഇപ്പൊ കുറ്റമായത്. അതെ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ പിന്നെ നിത്യവിശുദ്ധിയാ കന്യാമറിയമേ എന്ന പാട്ടിൽ എന്നാ പറയുന്നേ? കാറ്റ് വിതച്ച് കൊടുങ്കാറ്റ് കൊയ്യുന്നേ. അതാ ഇവിടെയും സംഭവിച്ചത്. ആ മാത്തുക്കുട്ടി ചതിച്ചതാണെന്ന്. മാത്തുക്കുട്ടിയല്ല, ചട്ടനെ പൊട്ടൻ ചതിച്ചാലേ പൊട്ടനെ ദൈവം ചതിക്കും. ദൈവം ഉണ്ടെന്ന് ഇനിയെങ്കിലും ഒന്ന് വിശ്വസിക്കേ. ഓ, ഇവിടെ കുറെ പേര് കൊട്ടുപാട്ടുമായിട്ടൊക്കെ നടക്കുന്നുണ്ടല്ലോ. ആ കക്കുഴി പാപ്പുവിനെ പോലെ നടക്കാനേ ഈ കുന്തേലന്തോണിയെ കിട്ടത്തില്ല. എങ്കിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിക്കും. ഒരു കാലത്ത് നേരെയാവത്തില്ല. പിന്നെ സംഭവിക്കും പോലും. അവരുടെ ഒരു അതുകൊണ്ട് എന്നാലും എന്റെ ഒക്കലാമേ. മനസ്സിലായില്ലല്ലേ? ഞാൻ ഫെർണാണ്ടസ്, ഇതെന്റെ ഭാര്യ സെൽവി. കൊച്ചിയിലാണ് വീട്. 25 വർഷമായി കെനിയല, അവിടെ അധ്യാപകരാ. സിബിച്ചൻ വിളിക്കുമ്പോ നിങ്ങളുടെ കാര്യം പറയാറുണ്ട്. സിബിച്ചന്റെ അടുത്താണ് താമസം. അടുത്താണോന്നോ? ഇപ്പൊ ഞങ്ങളുടെ എല്ലാം സിബിച്ചനാ. നിങ്ങളുടെ മകനെ ഇത്ര നല്ല സ്വഭാവമുള്ളവനാക്കി വളർത്താൻ എങ്ങനെയാ സാധിച്ചത്? എന്ത് നല്ല പെരുമാറ്റം, എന്ത് നല്ല സ്നേഹം. ഇത്രയും നല്ല സാമൂഹ്യ പ്രവർത്തകൻ കെനിയയിലില്ല. കെനിയ ഗവൺമെന്റിന്റെ സാമൂഹ്യക്ഷേമ വകുപ്പ് സിബിച്ചിന് താമസിക്കാനായി ഒരു ബംഗ്ലാവ് സൗജന്യമായി കൊടുത്തിരിക്കുക. നിങ്ങൾ ഭാഗ്യമുള്ളവരാ. മകന്റെ അനുഗ്രഹം കേട്ട് സന്തോഷം കൊണ്ട് കരയുന്നു. ഞങ്ങളും മകന്റെ കാര്യം ഓർത്ത് കരയും. പക്ഷെ സന്തോഷം കൊണ്ടല്ല. അയ്യോ, അതന്നെ. കൂടെ പഠിച്ച അവിടുത്തുകാരി ഒരു പെണ്ണിനെ ഞങ്ങൾ അറിയാതെ കല്യാണം കഴിച്ച് വേറെയാ താമസം. ഇപ്പോ മയക്കുമരുന്നിന്റെ ലോകത്ത് അവൻ. അത് പോട്ടെ, നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞ് മൂട് കളയണ്ട. സിബിച്ചൻ ചെറുപ്പം മുതലേ നല്ല കുട്ടിയായിരുന്നല്ലേ? ഞങ്ങൾ വളർത്തിയതിന്റെ ഗുണം കൊണ്ടൊന്നുമല്ല. അതൊരു കഥയാ. ഞങ്ങൾ പണ്ട് താമസിച്ചിരുന്ന പാലാ ഇടമറ്റത്തെ പുരയിടത്തില് ഈറ്റയും മാനം മുട്ട നിൽക്കുന്ന ഒരുപാട് കൊടപ്പനകളും ഉണ്ടായിരുന്നു. പനയോല എല്ലാ വർഷവും പുരമേച്ചിലുകാർക്ക് വിൽക്കും. അതിന്റെ മടലും പനങ്കയും ഒക്കെ അവിടെ കിട്ടും. കൊട്ടനെയ്ത്തുകാരായ ചിലര് പാമ്പാടിക്കടുത്തുള്ളവരാ. എല്ലാ വർഷവും വന്ന് ഈ മടലിന്റെ വഴുകയും പുളിയും എടുത്ത് കാളവണ്ടിയെ കയറ്റിക്കൊണ്ടുപോകും. ഞങ്ങൾ അവരോട് വില വാങ്ങുമായിരുന്നില്ല. ഏതോ നവീന സഭയിൽപ്പെട്ട പുതുക്രിസ്ത്യാനികളായിരുന്നു അവര്. മുറുക്കോ വലിയോ കുടിയോ ഒന്നുമില്ലാത്ത നല്ല വിശ്വാസികൾ. ഞങ്ങൾ അവർക്ക് വല്ല കപ്പയോ ചക്കയോ കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കഴിക്കാനും കുടിക്കാനും കൊടുക്കുമായിരുന്നു. പാപ്പുട്ടി. റോസമ്മേ, ദാ മത്തായി മൂപ്പം വന്നിരിക്കുന്നു. പിന്നെ പണിയൊക്കെ എന്തായി? പണിയൊക്കെ ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. എല്ലാരും ഞാൻ ചോദിച്ചതായിട്ട് പറയണം. എന്നാ ശരി, പോട്ടെ. മത്തായി, നേന്ത്രക്കപ്പയാ.
ഞങ്ങളുടെ ചക്കേരിശ്ശേരിയാ. എന്നാടാ മൊത്തായി? ഇത് നമ്മളെ പാപ്പൂട്ടി വന്നാ കേട്ടോ. ഞങ്ങൾ സ്ഥലം വിറ്റ് കിഴക്കോട്ട് പോകാന്നറിഞ്ഞപ്പോ അവർക്ക് ദുഃഖമായി. മത്തായി മൂപ്പൻ ഞങ്ങൾ പോകുന്ന ദിവസം വെളുപ്പിനെ വീട്ടിൽ വന്നു. പാപ്പൂട്ടിയേ, പാപ്പൂട്ടി. ആഹാ, മത്തായി മൂപ്പനോ? ഞാനൊരു കാര്യം അറിഞ്ഞല്ലോ, നിങ്ങൾ ഈ നാടും വീടും വിട്ടു പോവുകയാണോ? അതെ, ഞങ്ങൾ പുറപ്പെടാൻ തുടങ്ങിയായിരുന്നു. മത്തായി മൂപ്പൻ ഞങ്ങളെ പ്രാർത്ഥിച്ചയക്കണം. കർത്താവേ, ഈ നിന്റെ മക്കളുടെ യാത്രയിൽ ഇവരോടുകൂടെ അവിടുന്ന് ഉണ്ടായിരിക്കണമേ. ഈ വീട്ടിൽ നിന്നും മിഷണറിമാരെ അവിടുന്ന് എഴുന്നേൽപ്പിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ആമേൻ. പാപ്പുട്ടിയെ, എനിക്കിത് മാത്രമേ തരാനുള്ളൂ. അയാളെ ദൈവം കൊണ്ടുവന്നതാണെന്ന് എനിക്ക് തോന്നി. ഞങ്ങൾക്കൊരു ബൈബിളും തന്നു. നിങ്ങൾ ഞങ്ങളോട് കാണിച്ച സ്നേഹം ഒരു കാലത്ത് ഞങ്ങൾ മറക്കുന്നവരല്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് അയാൾ തിരികെ പോകുന്നത്. എന്നാ ഞാൻ പോട്ടെ. ആ ബൈബിൾ ഞാൻ ഇടയ്ക്കൊക്കെ മറിച്ചു നോക്കുമായിരുന്നു. ഒന്നും പിടികിട്ടിയിരുന്നില്ല. അതാ സിബിച്ചൻ വായിച്ചോണ്ടിരുന്നത്. അവൻ പൂനെയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയപ്പോൾ ആ ബൈബിൾ കൈവച്ചോളാൻ ഞാൻ പറഞ്ഞു. അതാണ് അവന് വഴിത്തിരിവായത്. പൂനെ എന്ന് പറഞ്ഞപ്പോഴാ ഒരു കാര്യം ഓർമ്മ വന്നത്. സിബിച്ചന്റെ കൂടെ പഠിച്ച ആൾക്കല്ലേ ഓസ്കാർ അവാർഡ് കിട്ടിയത്? അതെ, സിബിച്ചൻ വിളിച്ച് പറഞ്ഞായിരുന്നു. എന്റെ ചമ്മന്തിപ്പൊടി ഉണക്കരച്ച് ഒത്തിരി ഇഷ്ടമായിരുന്നു. അവരൊരു റൂമിലാ താമസിച്ചിരുന്നത്. അല്ല, നിങ്ങളുടെ കാര്യം പറഞ്ഞില്ലല്ലോ. ഞങ്ങൾ ആംഗ്ലോ ഇന്ത്യൻസാ. ഞാൻ അറിവായ കാലം മുതലേ കുടിക്കുമായിരുന്നു. കെനിയെ ചെന്ന് അതങ്ങ് കൂടി. കുടികൊണ്ടുണ്ടാകുന്ന രോഗങ്ങളും കേസുകളും നഷ്ടങ്ങൾ ശരിക്കും അനുഭവിക്കേണ്ടി വന്നു. എന്റെ കുടികൊണ്ടാണ് എന്റെ മകൻ എനിക്ക് നഷ്ടമായത്. ഞങ്ങൾ രണ്ടുപേരും കൂടി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനിരിക്കുമ്പോഴാ ദൈവം സിബിച്ചനെ അങ്ങോട്ട് അയച്ചത്. അതാണ് ജീവിതം വഴിമുട്ടി നിന്നപ്പോ സിബിച്ചൻ നേർവഴി കാട്ടിയെന്ന് പറഞ്ഞത്. ക്രിസ്ത്യാനി എന്നൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറെ പ്രാർത്ഥനയും പാട്ടും ഒക്കെ അറിയാമായിരുന്നു. എന്നാ രക്ഷിതാവായ ക്രിസ്തു ഹൃദയത്തിലില്ലായിരുന്നു, വീട്ടിലും ഇല്ലായിരുന്നു. സിബിച്ചനാണ് ഞങ്ങളെ ക്രിസ്തു ഉള്ളവരാക്കിയത്, ക്രിസ്ത്യാനികളാക്കിയത്, ദൈവമക്കളാക്കിയത്. ആ റോസേ, ഞങ്ങൾ ഇവിടേക്ക് ഒന്ന് കറങ്ങിട്ട് വരാം. നീ വേഗം ഭക്ഷണം തയ്യാറാക്ക്. ആ സിൽവി, ചേച്ചിയുടെ കൂടെ കുടിക്കോ. നിനക്ക് നടക്കാൻ സുഖമില്ലാത്തല്ലേ? കെനിയയിലും മദ്യത്തിലും മയക്കുമരുന്നിലും മുങ്ങി താണുകൊണ്ടിരുന്ന അനേകം കുടുംബങ്ങളെയാ സിബിച്ചൻ കൈപിടിച്ച് കയറ്റിയത്. ഇപ്പൊ അവിടുത്തെ വീടുകളിൽ മദ്യക്കുത്തും ഇല്ല, അടിപിടിയും ഇല്ല. പാട്ടും സന്തോഷവും യേശുവിനോടുള്ള പ്രാർത്ഥനയുമാ. ഏത് മതത്തിലായാലും എല്ലാവരും പാപികളായിട്ടാ ജനിക്കുന്നത്. അതുകൊണ്ടാണ് പാപം നോക്കുന്നതും പാപം കേൾക്കുന്നതും പാപം പറയുന്നതും പാപം പ്രവർത്തിക്കുന്നതും. എന്നെ ഇപ്പൊ ചില രോഗങ്ങൾ വേട്ടയാടുന്നുണ്ട്. അത് ചിലപ്പോ ക്യാൻസർ ആകാം. എന്തായാലും റേഡിയേഷനും കീമോയും വേണ്ടിവരും. പിന്നെ മുടിയെല്ലാം കൊഴിഞ്ഞ് മൊട്ടയായേക്കാം. അകാലത്തിൽ മരിച്ചെന്നും വരാം. ഒരു സന്തോഷക്കുറവുമില്ല. സ്വർഗത്തിലേക്കല്ലേ പോകുന്നത്, അവിടെ രോഗമില്ലല്ലോ. ഇവിടെ നന്മയായാലും തിന്മയായാലും കർത്താവിന് സ്തോത്രം. പിള്ള മാമോദീസ കൊണ്ട് പള്ളിബന്ധം ഉണ്ടാകുമെന്നല്ലാതെ ദൈവബന്ധം ഉണ്ടാകുന്നില്ലല്ലോ. അത് ശരിയാ. മനസ്സായി ചെയ്യുന്ന കർമ്മകൂദാശകളൊന്നും നമ്മളെ ദൈവമക്കളാക്കുന്നില്ലല്ലോ. നമ്മെക്കൊണ്ട് കുറെ കർമ്മകൂദാശകൾ ചെയ്യിക്കാനല്ല ക്രിസ്തു വന്നത്. നമുക്ക് വേണ്ടി ഒരു കർമ്മം ചെയ്യാനാ. നമ്മുടെ ശിക്ഷയായ നരകം നമുക്ക് പകരം അനുഭവിക്കാൻ. അതാണ് ക്രിസ്തുവിന്റെ ക്രൂശിൽ തൂങ്ങിയുള്ള പീഡാനുഭവം. നാം മല കയറണ്ട, കുരിശു ചുമക്കണ്ട, മുൾമുടി ചൂടണ്ട, കയ്പും കുടിക്കണ്ട. എല്ലാം ക്രിസ്തു ചെയ്തു. നാം അതിൽ ആശ്രയിച്ചാൽ മാത്രം മതി. ഒറ്റ നിമിഷം കൊണ്ട് ശാപം മാറി നാം അനുഗ്രഹീതരാവുകയാണ്, അഥവാ രക്ഷിക്കപ്പെടുകയാണ്. പണ്ടിതൊന്നും നമ്മെ പഠിപ്പിക്കാൻ ആരും ഇല്ലായിരുന്നല്ലോ. എന്റെ ഫെർണാണ്ടസേ, ഏത് മതത്തിലായാലും ദൈവഭക്തിയുള്ള മര്യാദക്കാർ സ്വർഗത്തിൽ പോകുമെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്.
യേശുവിനെ വിശ്വസിക്കുകയും യേശു കൽപ്പിച്ചനുസരിച്ച് മുങ്ങി സ്നാനപ്പെടുകയും ചെയ്യുമ്പോൾ രക്ഷിക്കപ്പെടുമെന്നുള്ളത് നമുക്കെങ്ങനെ അറിയാമെന്ന് ഈയിടെ ഒരാളെന്നോട് ചോദിച്ചു. യേശു എന്റെ നരകം ഏറ്റെടുത്താണ് മരിച്ചതെന്ന് വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് സ്നാനപ്പെടുമ്പോൾ പിതാവായ ദൈവം ആ വിശ്വാസം അംഗീകരിച്ച് പരിശുദ്ധാത്മാവിനെ എന്റെ ഹൃദയത്തിലേക്ക് അയക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹവും സന്തോഷവും സമാധാനവും എന്നിലുണ്ടാകുന്നു. അതല്ലേ രക്ഷിക്കപ്പെട്ടതിന്റെ അടയാളം? അതെ. പിന്നെ ഫെർണാണ്ടസിന്റെ ആരോഗ്യവും സമ്പത്തും ഒക്കെ എങ്ങനെയാ? ഇപ്പോ മദ്യത്തിനും മറ്റും കാശ് ചിലവാക്കാത്തോണ്ട് സമ്പത്ത് കുറഞ്ഞിട്ടില്ല, എന്നാ കൂടിയിട്ടുമില്ല. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം വീട് തരാം, കാറ് തരാം, ജോലി തരാം, സമ്പത്ത് തരാം, ആരോഗ്യം തരാമെന്നൊന്നും യേശു പറഞ്ഞിട്ടില്ല. യേശു വന്നതും ആനൊന്നുമല്ല. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് സത്യവിശ്വാസികളുണ്ട്. കുബേരരല്ല അവരിലധികവും, ദരിദ്രരും രോഗികളുമാണ്. പാപ്പുച്ചേട്ടാ, ഇത് പുഴമീനാണല്ലേ? ഇത് തിന്നപ്പോ കുട്ടിക്കാലത്ത് നാവിലെ രുചി തിരിച്ചു വരിക. കെനിയയിലൊക്കെ ഉച്ചയ്ക്കെന്നാ കഴിക്കുന്നത്? അവിടെയൊക്കെ ചോളപ്പൊടി കുറുക്കിയതാ. ഇവിടത്തെ ഭക്ഷണമൊക്കെ കാണുമ്പോ കെനിയയിലെ കാര്യം ഓർമ്മ വരുന്നേ. സിബിച്ചിനവിടെ ഭക്ഷണമില്ല, ശമ്പളമില്ല, നല്ല വസ്ത്രങ്ങളുമില്ല. എന്നാലും ദൈവമില്ലാതിരുന്ന ഒരുപാട് പേർക്ക് സത്യദൈവത്തെ നൽകാൻ കഴിഞ്ഞല്ലോ. God bless this child and mother in the name of Jesus Christ. Amen. Take care. Hey! Why do you spoil your life? It's mine. I have the right. You mind your own business. It's not yours, it's God's. I hate God. But you know, God loves you. He died for you. He rose again and lived. He can bless you. Your good name, please? I'm Martin. Martin, you know, Jesus came to save sinners. He came to save Martin too. He calls you. He calls me? He loves me? Yes, Martin. Yes, he loves you.
എല്ലാത്തിനുമുപരി മനുഷ്യന് വേണ്ട ദൈവത്തെയാണ്. ദൈവമുണ്ടോ അവിടെ സന്തോഷവുമുണ്ട്. ദൈവമില്ലാതെ എന്തുണ്ടെങ്കിലും അവിടെ സന്തോഷവും ഉണ്ടാവില്ല. ഇപ്പോഴാണ് എനിക്കൊരു വാക്യത്തിന്റെ അർത്ഥം പിടികിട്ടിയത്. ദുഃഖിതരെങ്കിലും അനേകരെ ആശ്വസിപ്പിക്കുന്നവർ, ദരിദ്രരെങ്കിലും അനേകരെ സമ്പന്നരാക്കുന്നവർ. ശരിയല്ലേ? ശരിയാണ്. തന്റെ മക്കളെ ഇവിടെ ഏത് നിലവാരത്തിൽ നടത്തണമെന്ന് പിതാവായ ദൈവമാണ് തീരുമാനിക്കുന്നത്. ദൈവം നടത്തുന്ന വഴിയിൽ സന്തോഷത്തോടെ ഇരിക്കുന്നതാണ് ദൈവത്തിനിഷ്ടം. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. സിബിച്ചൻ ഗൾഫ് ജോലി വിട്ട് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയതിനെ പറ്റി എന്തു പറയുന്നു? ഇറങ്ങിയതല്ലോ, കേറിയതല്ലേ, പ്രൊമോഷനല്ലേ. ഞങ്ങളുടെ മകനെ ദൈവം തന്റെ മിഷണറിയായി തിരഞ്ഞെടുക്കാൻ പ്രസാദിച്ചു. ഞങ്ങൾക്കതൊരു അഭിമാനമല്ലേ. എങ്കിലൊരു സന്തോഷം കൂടി അറിയിക്കാനാണ് ഞങ്ങൾ വന്നത്. ഈയിടെ സിബിച്ചനെ കെനിയയിലെ ഏറ്റവും നല്ല സാമൂഹ്യ പ്രവർത്തന അവാർഡ് തിരഞ്ഞെടുത്തു. റോസേ, എന്നതാ നമ്മൾ ഈ കേൾക്കുന്നത്? കെനിയ ഗവൺമെന്റ് നിങ്ങളെ അങ്ങോട്ട് ക്ഷണിച്ചിരിക്കുക അവാർഡ് ദാന ചടങ്ങിലേക്ക്. ഇതിനകത്ത് വിസയും ടിക്കറ്റും ഉണ്ട്. നിങ്ങൾ ഗവൺമെന്റിന്റെ ഗസ്റ്റുകളായിരിക്കും. ഞങ്ങളും ഉണ്ടാവും കൂടെ. രണ്ടുപേരും ഇതങ്ങ് വാങ്ങിച്ചേ. ഇത് ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ അവാർഡാ. ദൈവത്തിന്റെ അവാർഡ്.